അറേബ്യൻ ഉപദ്വീപിലെ വറുതി നിറഞ്ഞ വേനൽക്കാലം അതിന്റെ പരകോടിയിലെത്തി നിൽക്കുമ്പോൾ മരുഭൂമിയിലെ മനുഷ്യരും പ്രകൃതിയും ഒരേപോലെ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഒരു ആകാശ കാഴ്ചയുണ്ട്. ആകാശത്ത് തെളിഞ്ഞു കത്തുന്ന സുഹൈൽ നക്ഷത്രത്തിന്റെ പ്രത്യക്ഷപ്പെടലാണത്. കഠിനമായ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന ദിവസങ്ങൾക്ക് ശേഷം തണുപ്പിന്റെ ആദ്യ കണികകൾ ഭൂമിയിലേക്ക് എത്താൻ പോകുന്നു എന്നതിന്റെ പരമ്പരാഗത സൂചനയാണ് ഈ ഉപഗ്രഹരഹിത നക്ഷത്രത്തെ അറബി ലോകം വീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 24ഓടെ യുടെ തെക്കിഴക്കൻ ആകാശത്ത് നേരം പുലരുന്നതിന് തൊട്ടു മുമ്പ് സുഹൈൽ നക്ഷത്രം ഉദിച്ചുവരുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ നാടോടികൾക്കും കർഷകർക്കും കടൽ യാത്രികർക്കും പ്രകൃതി നൽകിയ ഒരു സജീവ കലണ്ടറായി ഈ നക്ഷത്രം നിലകൊള്ളുന്നു. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര തലത്തിൽ കനോപ്പസ് എന്നറിയപ്പെടുന്ന നക്ഷത്രമാണ് അറബ് ലോകത്ത് സുഹൈൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. രാശിചക്രത്തിലെ കരീന നക്ഷത്ര സമൂഹത്തിലാണ് ഇതിന്റെ സ്ഥാനം. രാത്രിയിലെ ആകാശത്ത് സിറിയസ് നക്ഷത്രം കഴിഞ്ഞാൽ ഏറ്റവും തിളക്കത്തോടെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പ്രകാശ സ്രോതസ്സാണിത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 300 മുതൽ 310 വരെ പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സുഹൈൽ നമ്മുടെ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശ തീവ്രതയുള്ളതും 8 മടങ്ങോളം പിണ്ഡമുള്ളതുമായ ഒരു മഞ്ഞ വെളുപ്പ് സൂപ്പർ ജയന്റ് നക്ഷത്രമാണ്. സുഹൈൽ എന്ന വാക്ക് സഹ്ല് എന്ന അറബി പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. സമതലമായത്, ശാന്തമായത് അല്ലെങ്കിൽ ലളിതമായത് എന്നാണ് ഇതിന്റെ അർത്ഥം. നക്ഷത്രം ചക്രവാളത്തിൽ താഴ്ന്ന് പ്രത്യക്ഷപ്പെടുന്നതിനെയും അതോടൊപ്പം കഠിനമായ വേനൽ ചൂടിന്റെ തീവ്രത കുറഞ്ഞ് കാലാവസ്ഥ സമാധാനപൂർണ്ണമാകുന്നതിനെയും സൂചിപ്പിക്കാനാണ് ഈ പേര് ഉപയോഗിച്ചു പോരുന്നത്. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കൻ മേഖലകളിൽ ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ പ്രകടമാകുന്ന സുഹൈൽ ഓഗസ്റ്റ് 24ഓടെ മധ്യഭാഗങ്ങളിലും സെപ്റ്റംബർ ആദ്യവാരത്തോടെ വടക്കൻ മേഖലകളിലും പൂർണ്ണമായും ദൃശ്യമാകുന്നു. അറബ് പാരമ്പര്യത്തിൽ സുഹൈൽ ഉദിച്ചാൽ രാത്രി തണുക്കും എന്നൊരു പഴഞ്ചൊല്ലുമുണ്ട്. എന്നാൽ ശാസ്ത്രീയ വീക്ഷണത്തിൽ ചിന്തിച്ചാൽ ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു നക്ഷത്രത്തിന് ഭൂമിയിലെ അന്തരീക്ഷ താപനിലയിലോ കാറ്റിലോ നേരിട്ട് വ്യതിയാനങ്ങൾ വരുത്താൻ കഴിയില്ല. ഷാർജ അക്കാഡമി ഫോർ ആസ്ട്രോണമി സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഹമീദ് അൽ നൗമി വ്യക്തമാക്കുന്നത് പോലെ സുഹൈൽ നക്ഷത്രത്തിന് ഭൂമിയിലെ കാലാവസ്ഥയെ മാറ്റാനുള്ള യാതൊരു ഭൗതിക ശക്തിയുമില്ല. പിന്നെന്തുകൊണ്ടാണ് സുഹൈലിന്റെ ഉദയത്തോടെ ചൂട് കുറയുന്നത്? ഇത് തികച്ചും യാദൃച്ഛികവും പ്രകൃതിദത്തവുമായ ഒരു സമയ ക്രമീകരണമാണ്. ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന പാതയിലെ കൃത്യമായ ഒരു ഘട്ടത്തിലാണ് ഓഗസ്റ്റ് 24 കടന്നു വരുന്നത്. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ രശ്മികൾ ചരിഞ്ഞു പതിക്കാൻ തുടങ്ങുകയും പകലിന്റെ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. സുഹൈൽ ആകാശത്ത് ദൃശ്യമാകുന്ന അതേ സമയത്ത് തന്നെ പ്രകൃതിയിൽ ഈ ചാക്രിക മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ പുരാതന ജനവിഭാഗങ്ങൾ നക്ഷത്രത്തിന്റെ വരവിനെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ചിഹ്നമായി സ്വീകരിക്കുകയായിരുന്നു. ഇബ്രാഹിം അൽ ജർവാൻ ഇതിനെ മനോഹരമായ ഒരു ഉപമയിലൂടെ വിവരിക്കുന്നുണ്ട്. അടുപ്പിലെ തീ അണച്ചാലും ചൂടുപിടിച്ച പാത്രത്തിന്റെ ചൂട് പെട്ടെന്ന് മാറില്ല. അതുപോലെ തന്നെ ഓഗസ്റ്റ് 24-ന് സുഹൈൽ ഉദിച്ചുയർന്നയുടൻ അടുത്ത ദിവസം മുതൽ യുഎയിൽ താപനില പെട്ടെന്ന് ഇടിയില്ല. ജൂൺ ജൂലൈ മാസങ്ങളിൽ മണലിലും അന്തരീക്ഷത്തിലും സംഭരിക്കപ്പെട്ട ചൂട് പെട്ടെന്ന് ഇല്ലാതാകില്ല. അതിനാൽ സെപ്റ്റംബർ മാസത്തിലും ഉയർന്ന ചൂട് തുടരുമെങ്കിലും അതിന്റെ കാഠിന്യത്തിന് അയവ് വരികയും രാത്രികളിൽ നേരിയ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. സുഹൈൽ നക്ഷത്രത്തിന്റെ വരവോടെ പ്രകൃതി സുഫ്രിയ എന്നറിയപ്പെടുന്ന 40 മുതൽ 53 ദിവസം വരെ നീളുന്ന പരിവർത്തന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ കാലയളവിൽ കാലാവസ്ഥയിൽ സ്ഥിരതയില്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാം. രാത്രികാലങ്ങളിൽ അനുഭവപ്പെടുന്ന ആശ്വാസകരമായ അന്തരീക്ഷം, വായുവിൽ ഈർപ്പത്തിന്റെ അളവ് വർദ്ധിക്കൽ, അതിരാവിലെ രൂപപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ്, തെക്ക് കിഴക്കൻ ദിശയിൽ നിന്നടിയുന്ന കാറ്റ് എന്നിവ ഈ ഘട്ടത്തിന്റെ സവിശേഷതകളാണ്. ഈ കാറ്റ് യുടെ കിഴക്കൻ തീരങ്ങളിലേക്കും ഒമാനിലെ ഹജർ പർവ്വത നിരകളിലേക്കും മേഘങ്ങളെ എത്തിക്കുകയും ചില പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. സുഹൈൽ ഉദിച്ച് ഏകദേശം 45 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാവും പകലും തുല്യ ദൈർഘ്യമുള്ള സമരാത്ര ദിനങ്ങളിലേക്ക് എത്തും. തുടർന്ന് ഒക്ടോബർ മധ്യത്തോടെ സുഫ്രിയ കാലഘട്ടം പൂർത്തിയാവുകയും വസം എന്ന പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്യും. വസം ആരംഭിക്കുന്നതോടെ മരുഭൂമിയിലെ കാലാവസ്ഥ പൂർണ്ണമായും ശാന്തമാവുകയും ശരത്കാലത്തിന് തുടക്കമാവുകയും ചെയ്യുന്നു. സുഹൈൽ ഉദിച്ച് കൃത്യം 100 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പരമ്പരാഗത കണക്കുകൂട്ടലുകൾ പ്രകാരം അറേബ്യൻ നാടുകളിൽ ശൈത്യകാലം പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത്. ഉപഗ്രഹങ്ങളും ആധുനിക കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് അറേബ്യൻ ജനത തങ്ങളുടെ ദൈനംദിന ജീവിതം ക്രമീകരിച്ചിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു. യുഎയിലെ പരമ്പരാഗത ജ്യോതിശാസ്ത്ര കലണ്ടറായ അൽ ദുരൂർ സമ്പ്രദായത്തിൽ സുഹൈൽ നക്ഷത്രത്തിന് കേന്ദ്ര സ്ഥാനമുണ്ട്. വർഷത്തെ 36 10 ദിവസ കാലയളവുകളായി വിഭജിച്ചാണ് ഈ സമ്പ്രദായം പ്രവർത്തിച്ചിരുന്നത്. ഓരോ 10 ദിവസത്തെയും ദിർ എന്ന് വിളിച്ചു. കൃഷിക്കാർ വിത്ത് വിതയ്ക്കാനും ഈന്തപ്പഴ കൊയ്ത്തു നടത്താനും ഈന്തപ്പനകളിൽ പരാഗണം നടത്താനുമുള്ള സമയമായി സുഹൈലിന്റെ ഉദയത്തെ കണ്ടു. സുഹൈൽ പ്രത്യക്ഷപ്പെട്ട് 70 മുതൽ 80 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈന്തപ്പനകളുടെ സംരക്ഷണ ജോലികൾ ഊർജിതമാക്കിയിരുന്നത്. കടൽ യാത്രികരും മുത്തെടുപ്പുകാരും മത്സ്യത്തൊഴിലാളികളും കടലിൽ
രാവിലെ കാറ്റിന്റെ ഗതിയും ഒഴുക്കും മനസ്സിലാക്കാൻ സുഹൈലിനെ നിരീക്ഷിച്ചു. ഉഷ്ണതരംഗങ്ങൾ കുറയുന്നതോടെ യാത്രാ സംഘങ്ങൾ മരുഭൂമിയിലൂടെയുള്ള ദീർഘദൂര യാത്രകൾ ആരംഭിക്കുകയും മൃഗങ്ങളെ മേയ്ക്കാൻ തുറസായ സ്ഥലങ്ങളിലേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ഇന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി, ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക് സെന്റർ, എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ സുഹൈലുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളെ രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും പ്രകൃതിയും ആകാശവും മനുഷ്യന്റെ സംസ്കാരവുമായി എങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി സുഹൈൽ നക്ഷത്രം എന്നും അറേബ്യൻ ആകാശത്ത് തിളങ്ങി തന്നെ നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.